Acuplus Interior and Electronics. കുടിവെള്ളം ആവശ്യപ്പെട്ടെത്തിയ ട്രെയിൻ യാത്രക്കാരെ പാൻട്രി കാർ തൊഴിലാളികൾ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളലേൽപ്പിച്ചതായി പരാതി. തൃശൂർ സ്വദേശികളായ യുവാക്കൾക്കാണ് പൊള്ളലേറ്റത്. നേത്രാവതി എക്സ്പ്രസിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. പരിക്കേറ്റ യുവാക്കൾ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. യാത്രക്കാരനായ അഭിഷേക് ബാബുവിന്റെ പുറത്താണ് പൊള്ളലേറ്റത്. സംഭവത്തിൽ തീവണ്ടിയിലെ പാൻട്രി കാർ മാനേജറായ UP സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. യാത്രക്കാരനായ തൃശൂർ തൃപ്രയാർ തൊമ്മപ്പള്ളി തേനം മാറാട് അശീഷിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെ തീവണ്ടിയിലെ പാൻട്രി കാറിലെത്തി കുടിവെള്ളം ആവശ്യപ്പെട്ടപ്പോൾ തൊഴിലാളികൾ മർദ്ദിക്കുകയും ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിക്കുകയായിരുന്നുവെന്നാണ് പരാതി. കുടിവെള്ളത്തിനാവശ്യമായ 15 രൂപയ്ക്ക് പകരം 200 രൂപ നൽകിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. അശീഷും മുംബൈ സ്വദേശികളായ സുഹൃത്തുക്കൾ അനീഷ്, കിഷൻ, തേജസ്, സിദേശ്, അഭിഷേക് ബാബു എന്നിവരാണ് തൃശ്ശൂരിലേക്ക് വന്നത്. ഇതിനിടെയുണ്ടായ തർക്കത്തിൽ ഇയാൾക്ക് പുറത്തും ചന്തിയിലും പൊള്ളലേറ്റിട്ടുണ്ട്. യുവാക്കൾ തൃശ്ശൂരിലെ ആശുപത്രിയിലെത്തി ചികിത്സ തേടി. തൃശ്ശൂരിൽ പിടിയിലായ തൊഴിലാളിയെ ഷൊർണൂരെത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ഉൾപ്പെടെ റെയിൽവേ തീവ്രമായി ശ്രമിക്കുമ്പോഴാണ് റെയിൽവേ തൊഴിലാളികൾ തന്നെ യാത്രക്കാർക്ക് നേരെ അതിക്രമം നടത്തുന്നതെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.